നമസ്കാരം. ഇന്ന് നമ്മള് അങ്കമാലിയിൽ ഇരുന്നിട്ട് അങ്കമാലി മാങ്ങക്കറി ഇങ്ങനെ വരെ നമ്മള് വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ എന്റേതായ രീതിയിൽ ഒരു അങ്കമാലി മാങ്ങക്കറി വെക്കുന്ന അതിന്റെ വ്ലോഗാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇഞ്ചി വരുന്നത് ഈ ജൂലിയൻ കട്ട് പോലെ ഇങ്ങനെ ചെയ്തിട്ടുള്ള കുറച്ച് ഇഞ്ചി, പിന്നെ ചുവന്നുള്ളി. ഞാൻ ഇവിടെ നമ്മൾ ഫുള്ളായിട്ടും ചുവന്നുള്ളി മാത്രമാണ് എടുക്കാറ്, സവാള എടുക്കാറില്ല. പിന്നെ പച്ചമുളക്, പിന്നെ നാടൻ കറിവേപ്പില വരുന്നുണ്ട്, നല്ല നാടൻ കറിവേപ്പില. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല മാങ്ങയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു മാങ്ങയാണ്. ഈ മാങ്ങയിലേക്ക് നമ്മൾ ആദ്യം നന്നായിട്ട് ഡീപ്പായിട്ട് ചെത്തി ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെ ഈ മാങ്ങ കട്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഒന്ന് പതുക്കെ ചരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യും. ഒന്ന് വാടണം എന്നാ പറയണേ, മാങ്ങ ഒന്ന് വാടണം എന്ന് പറയണേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഇടണം, കുറച്ച് കല്ലുപ്പ് ഇടണം, കുറച്ച് വിനാഗിരി ഒഴിക്കണം. അപ്പം അതിങ്ങനെ ഇട്ട് ഞാൻ കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചു, ഒരു 5-10 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അതിങ്ങനെ മാക്സിമം നാടൻ വിനെഗർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണ്. മാങ്ങക്കറിയുടെ ടേസ്റ്റ് വരുന്നത് മാങ്ങയിലും വിനെഗറിലുമാണ്, നല്ല നാടൻ ചുരുക്കാന്ന് പറയും. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണയാണ്, ആട്ടിച്ചെടുത്ത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കണം. അതോടൊപ്പം തന്നെ ഈ മാങ്ങ പുരട്ടിയപ്പോൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു, അത് കൂടാതെ കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് ഈ അരപ്പിനും ഉള്ളിക്കുമൊക്കെ വേണ്ടുന്ന അരപ്പ്. ഈ ഉപ്പ് വരുന്നത് നല്ല കല്ലുപ്പാണ്. ഈ കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇത് സ്ക്യൂസ് ചെയ്തെടുക്കണം, തിരുമ്മി ഉടച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന രീതിയിലേക്ക് തിരുമ്മി എടുക്കണം, യൂസി ആവണം, തിരുമ്മി ഉടച്ച് എടുക്കണം. ഇതിങ്ങനെ നമ്മൾ തിരുമ്പി നല്ല വേപ്പിലെ പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ അങ്ങ് നാടൻ വെളിച്ചെണ്ണയിൽ അങ്ങ് നല്ല സോക്കായി. അപ്പൊ ആ കല്ലുപ്പ് അങ്ങ് മെൽട്ടാകും, അതുമാതിരി തിരുമ്മിയിട്ട് നമ്മൾ ആ ഒരു ജ്യൂസി ഫീലാണ് ഇതിന് ഉണ്ടാകേണ്ടത്. വേണ്ടത് മല്ലിപ്പൊടിയാണ്, നല്ല നാടൻ മല്ലി വാങ്ങി പൊടിപ്പിച്ച് നല്ല മല്ലിപ്പൊടി ആയിരിക്കണം. അപ്പൊ അതിങ്ങനെ ഒരു 3 ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഇപ്പൊ ഈ മാങ്ങ ഏകദേശം 1 കിലോ ആയിരിക്കും ഉണ്ടാകുക. ഈ 1 കിലോ മാങ്ങയ്ക്ക് നമ്മൾ നല്ല നാടൻ തേങ്ങ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നല്ല പാലുള്ള നല്ല തേങ്ങ നോക്കിയിട്ട് 4 തേങ്ങയാണ് ഞാൻ എടുത്തത്, തേങ്ങാപ്പാല്. അതിൽ ഒരു പാല് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, ആ ഒരു രീതിയിലാണ് തേങ്ങാപ്പാല് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മല്ലിപ്പൊടി ഇടും. ഇപ്പോൾ ഒരു 3 ടേബിൾ ടീസ്പൂണാണ് മല്ലിപ്പൊടി എടുത്തത്. നെക്സ്റ്റ് മുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത്. ഞാൻ മുളക് പൊടി കുറച്ചാണ് ഉപയോഗിക്കാറ്. ഇപ്പം നമുക്കല്ലെങ്കിൽ ആ ഒരു കളറ് കുറച്ച് അങ്ങോട്ട് റെഡിഷായി പോകും. അപ്പോൾ ഇതിന് മാങ്ങക്കറിക്ക് എപ്പോഴും ഒരു ചെറിയ യെല്ലോയിഷ് കളറാണ് കൂടുതൽ ഉണ്ടാവേണ്ടത്. അപ്പം നമുക്ക് എരിവ് കുറച്ചും കൂടെ സ്പൈസി വേണമെന്നുള്ളവർക്ക് പച്ചമുളക്, ഗ്രീൻ ചില്ലി കുറച്ച് കൂടുതൽ ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും, ഞാനിപ്പം ഇത് മാങ്ങക്കറിയിൽ മാങ്ങ മാരിനേറ്റ് ചെയ്ത സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു, അതുകൊണ്ട് വളരെ കുറച്ചാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ കുറച്ച് സമയം ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കണം. ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ, ഓവറായിട്ടുള്ള ഒരു ചൂടുവെള്ളം അല്ല, ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് പതുക്കെ ഒന്ന് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാങ്ങക്കറിക്ക് നല്ല ഒരു കൊഴുപ്പ് വരും. അപ്പോൾ നമ്മളിങ്ങനെ ഡയറക്റ്റ് പൊടി ഇടുന്നതിനേക്കാളും ഈ ഒരു രീതിയിലേക്കാണ്. ഇത് എന്നെ ഇവിടെ അമ്മച്ചി പഠിപ്പിച്ച ഒരു റെസിപ്പിയാണിത് മാങ്ങാക്കറിക്ക്. ഞാനിവിടെ വന്ന കാലം തുടങ്ങിയിട്ട് ഇത് മാങ്ങക്കറിയാണ് ഇവരുടെയൊക്കെ ഈ വീട്ടിലെ ഒരു ഫേവറേറ്റ്. അപ്പോൾ പിള്ളേർക്കായാലും നിർമ്മലിൻ്റെ നിഷാദിനും നിർമ്മലിനൊക്കെ നന്ദയ്ക്ക് ആയാലും എല്ലാവർക്കും ഈ ഒരു മാങ്ങക്കറിയുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്.
ഇവിടെ ഇത് ഒഴിച്ചുകൂടാനാവാത്തൊരു കറിയാണെന്ന് പറയാം. അപ്പോൾ ഈ മല്ലിപ്പൊടി ഒന്ന് ഇങ്ങനെ അങ്ങ് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, ജസ്റ്റ് ഇച്ചിരി വെള്ളം കൂടിപ്പോയി, കുറച്ചൊരു കൊഴുപ്പിൽ. പഴയ കാലത്തൊക്കെ ഇത് അമ്മിയും വെച്ച് അരച്ചിട്ടാണ് ഇങ്ങനെ കുതിർത്ത് വെക്കണേ, ഈ മല്ലി ഒന്ന് അമ്മിയിൽ വെച്ച്. അപ്പോൾ ഒന്നും കൂടി അത് ആ ഒരു കുതിർന്ന് വരുന്ന ഒരു ഫീലിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത് വിനെഗറാണ്. വിനെഗർ ഇത് മുളക് ചുട്ടിട്ട് വെച്ചിരിക്കണ നല്ല നാടൻ വിനെഗർ. അതോടൊപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊടികൾ ഇതിലോട്ട് ഒഴിക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചുവപ്പ് ഒഴിക്കണം, മീൻസ് വിനെഗർ. ഇതൊന്നും കൂടെ ഒന്ന് പിരിഞ്ഞ് വെച്ചിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മാങ്ങ, ഇതിപ്പം മാങ്ങയിൽ നമുക്ക് കുറച്ചധികം പുളി ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലോട്ട് അങ്ങ് ഇറങ്ങിക്കോളും. ചുറുക്കയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ജ്യൂസാണത്. ഇനി വരുന്നത് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. ഇത് 1-ാം പാലാണ്. 1-ാം പാലിൻ്റെ കുറച്ച് നമ്മൾ ഒഴിക്കുകയാണ്, കുറച്ച് ഒഴിക്കും. 2-ാം പാല് പിന്നെ നമുക്ക് നോക്കുമ്പോഴേക്കും എത്ര ചാറ്, ഇതിപ്പം കറി ഇറക്കുമ്പോൾ ഇത്രയും ചാറാണ് വേണ്ടത്. അപ്പം ഇത് വെന്ത് വെള്ളം വറ്റി വരുമ്പോഴേക്കും വേണ്ടുന്ന കുറച്ചും കൂടെ തേങ്ങാപ്പാല് നമ്മൾ ഒഴിക്കണം. പാല് ഫുള്ളായിട്ട് ഒഴിച്ചു. അപ്പോൾ ഇത് ഒന്നുകൂടെ കൈ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്ത് തന്നത്. ഇനി ഇത് നമ്മൾ അടുപ്പത്തേക്ക് വെക്കും. നമ്മൾ മാങ്ങക്കറി അടുപ്പത്ത് വെച്ചു. അതിനുശേഷം ഇത് തിള വന്ന് കഴിയുമ്പോൾ, ഇപ്പം വെച്ചേ ഉള്ളൂ, ഈ തിള വരുമ്പോഴുള്ള നമ്മൾ ഒരേ ദിശയിലേക്ക്, ഇപ്പം ക്ലോക്ക്വൈസ് തന്നെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇളക്കിയിട്ടിരിക്കണം. അത് ഫസ്റ്റ് അതങ്ങ് ബബിൾസ് വന്ന് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇളക്കേണ്ടത്. നോക്കൂ, മാങ്ങക്കറി നല്ല ബബിൾസ് ഒക്കെ വന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ട, ക്ലോക്ക് വൈസിൽ ഇങ്ങനെ കറക്കിയിട്ട് ഇളക്കിയിട്ടിരിക്കണം. നമ്മളിനി മാങ്ങക്കറി ഇങ്ങനെ നന്നായിട്ട് ഇളക്കണം, ഓൾമോസ്റ്റ് ഇങ്ങനെ. ഇപ്പം ഇത് നല്ല വെള്ളം പോലെയാണ് ഇരിക്കണത്. ഇനി ഇത് നമ്മൾ മാങ്ങ വെന്ത് ഉള്ളിയൊക്കെ ഇങ്ങനെ സെറ്റ് ആകുമ്പോഴേക്കും ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവും. ഏകദേശം ഒരു അരമണിക്കൂർ, ഒരു 25 മിനിറ്റ്സോളം നമ്മളിത് കുക്ക് ചെയ്യണം. ഇടവിട്ട് ഇളക്കിയും കൊടുക്കണം. നല്ല മണമാണ്, ഒരു അരോമാറ്റിക്, നല്ല നാടൻ വെളിച്ചെണ്ണ, ചുവന്നുള്ളി, നല്ല നാടൻ ചുരുക്ക, നമ്മുടെ നല്ല മാങ്ങ. നമ്മളിപ്പം ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ മാങ്ങക്കറിയുടെ ചാറ് ഒന്ന് ഉപ്പ് നോക്കിക്കാം. നമ്മൾ കൈ ചൂടുണ്ടാകും. എങ്ങനെയുണ്ട്? ഉപ്പൊക്കെ കറക്റ്റാണ്. ഉപ്പ് ചുരുക്ക വെളിച്ചെണ്ണ എല്ലാം കറക്റ്റാണ്. നല്ലൊരു അരോമ വരുന്നുണ്ട്. ഒരു അരോമാറ്റിക് ആണ്. ഇതിൻ്റെ ആ ഒരു സ്മെല്ലാണ് മാങ്കറിയുടെ, അങ്കമാലി മാങ്കറിയുടെ ഒരു സ്പെഷ്യൽ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചേർക്കേണ്ടത് നല്ല മാക്സിമം നല്ല ചുരുക്ക ചേർക്കാം. നല്ല മാങ്ങയായിരിക്കണം. പിന്നെ മാങ്ങയുടെ തൊണ്ട്, ആ സ്കിന്നൊന്ന് ഡീപ്ലി ചെത്തി കളയണം. അത് അല്ലെങ്കിൽ മാങ്ങ കളർ മാറും. നമ്മുടെ മാങ്ങക്കറികളുടെ ഒരു സദ്യയുടെ മാങ്ങക്കറിയുടെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് അതിൻ്റെ കളറാണ്. അധികം മഞ്ഞപ്പൊടിയും ചേർക്കരുത്, അധികം മുളക് പൊടിയും ചേർക്കരുത്. കൂടുതൽ അതിൻ്റെ ലുക്ക് വരുന്നത് ആ ഒരു കളറിലും ഭംഗിയിലുമാണ്. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. കുറച്ചും കൂടെ ഒന്നങ്ങ് ആവാനുണ്ട്. ആ ഒരു യെല്ലോയിഷ് കളർ മാറിയിട്ട് ഇതായി അരികിലാണ് അത് കുക്കായിരിക്കുന്നത്. നോക്കൂ, ഇപ്പം മാങ്ങക്കറി ഇങ്ങനെ തിളച്ച് ആ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആയി.
ഈ ഒരു സമയത്താണ് ഞാൻ ഒന്നാം പാൽ ഒഴിക്കുന്നത്. ഈ ഒന്നാം പാൽ ഒഴിച്ചാൽ ഒരേപോലെ ക്ലോക്ക് വൈസ് നമ്മൾ അത് ഇങ്ങനെ ഇളക്കിയിട്ടിരിക്കും. പിന്നെ നമ്മൾ ചുവന്നുള്ളി, ഉണക്കമുളക്, കറിവേപ്പില മൂപ്പിച്ചൊഴിക്കും. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ അങ്കമാലി മാങ്ങക്കറി. ഇനി ഇതിൻ്റെ കുറച്ച് സമയം ഇന്ന് അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കൂടുതലായിട്ടും ഇത് നാളേക്കായിരിക്കും നല്ല ഒരു കുറുക്കി വറ്റിച്ചേർന്ന് നമ്മളുടെ മാങ്ങക്കറിയുടെ ഒരു സ്മെല്ലും ഒക്കെ വരുന്നത്. അപ്പം ഇതാണ് അങ്കമാലി മാങ്ങക്കറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എനിക്കതിൻ്റെ ശരിക്കും ഒരു വ്ലോഗ് ചെയ്യണ പോലെ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയാൻ അറിയത്തില്ല. എങ്കിലും 1 കിലോ മാങ്ങയാണ് എടുത്തത്. ഏകദേശം 1 കിലോ വരുന്ന മാങ്ങ. അതിലേക്ക് 4 തേങ്ങയാണ് ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല് ആയിട്ട് പിഴിഞ്ഞെടുത്തു. അതോടൊപ്പം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചു. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് വെച്ച് നമ്മളുടെ ഒരു നാടൻ കറിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.